ഓക്കെ, നമ്മൾ 4 പേരുണ്ട്. 4 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, നമുക്ക് തുടങ്ങാമെന്നേ. കേൾക്കാമോ? നമുക്ക് തുടങ്ങാം. ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ റെക്കോർഡ് ചെയ്തിട്ട് കേട്ടില്ല. റേഞ്ചിന് വിഷയമുണ്ടോ? എന്റെ സംസാരം കേൾക്കാൻ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള രണ്ടുപേരും ഒരു എന്തെങ്കിലും ഒന്ന് പറയാമോ? ഓക്കെ ഓക്കെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഇന്നത്തെ ദിവസം വെച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സൽ ബാങ്കിന്റെ ഗ്രൂപ്പ് ഫസ്റ്റ് ദിവസമാണ്. യൂണിവേഴ്സൽ ബാങ്ക് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഈ കോഴ്സ് കഴിയുന്നതിനകത്ത് നമ്മളുടെ ഉള്ളിലുള്ള അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സലുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്കിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ ഗ്രൂപ്പിനകത്തായിരിക്കും നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ ഒരു കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് നമ്മളുടെ ഒരു പാഷൻ, അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് നമ്മളുടെ ഒരു വർക്ക്, മുന്നോട്ടുള്ള വർക്ക്, സാമ്പത്തികപരമായിട്ടുള്ള ബ്ലോക്കുകൾ, സാമ്പത്തിക ആശയങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ നമ്മളുടെ 10 days വീഡിയോ ചലഞ്ച് എന്ന് പറയുന്ന ഒരു ഏരിയ, അതിനൊപ്പം പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മളുടെ മൈക്രോ നിഷ് കണ്ടെത്താനുള്ള ഒരു ഏരിയയൊക്കെ ഇവിടെയാണ്. മൈക്രോ നിഷ് എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണത്. നിഷ് കേട്ടിട്ടുണ്ടോ? നിഷ് എന്ന് പറയും. അതായത് നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇത്രയും കാലം, നമ്മുടെ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന കാലം വരെ നമ്മൾ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചെടുത്ത്, അല്ലെങ്കിൽ പഠിച്ചെടുക്കാനുള്ള നിരവധി താല്പര്യങ്ങൾ അതായത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ തിരിച്ചറിയാതെ കിടക്കുന്ന പാഷനുകളാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് പോകുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശരിയായ ഒരു പാഷൻ അല്ലായിരിക്കും. അങ്ങനെയെങ്കിൽ ആ മൈക്രോ നിഷ് എന്ന് പറയുന്ന നമ്മളുടെ ഉള്ളിലുള്ള ആ കഴിവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സർവേ ആണ്. അത് ലോകത്ത്, അതായത് അത് ഇന്റർനാഷണൽ ലെവലിലുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അത് വളരെ നീണ്ട ഒരു സർവേ ആണ്. ആ ഓരോ സർവേ കഴിയുമ്പോഴും നമ്മളിലൊരു വലിയ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ ഉള്ളിലെ നമ്മൾ കണ്ടു തുടങ്ങും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ വയ്ക്കുന്നത് അറിയുമ്പോൾ നമ്മളുടെ ഇതൊക്കെ 4 മാസം നീണ്ടു നിൽക്കുന്ന പ്രാക്ടീസ് സെക്ഷനിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ 1 മാസം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെ നമ്മളുടെ മൈൻഡിനെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി മൈൻഡിൽ എവിടെയൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് 1 മാസത്തെ ക്ലാസ്സിൽ വരുന്നത്. അവിടെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇതെല്ലാം സബ്ബാണ്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മളൊരു വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് ഇന്നത്തെ നോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു,
വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വാഹന നിർമ്മാണത്തെക്കുറിച്ചൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. റോഡ് നിർമ്മാണത്തിനെ കുറിച്ചൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ ആ വാഹനത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഗിയർ, ക്ലച്ച്, ബ്രേക്ക്, ഇങ്ങനെ വരുന്ന സ്റ്റിയറിംഗ്, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇതുപോലെയാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ മനസ്സിൻ്റെ ഫുൾ സയൻസ് ഒന്നും എടുത്ത് പഠിച്ചില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അവന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ മനസ്സിൻ്റെ പാർട്സുകളെ കുറിച്ച് നമ്മളൊരു 7 പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് നമ്മളത് മനസ്സിലാക്കി ഓരോ സെക്ഷനും മനസ്സിലാക്കി വരുമ്പോൾ, ഇപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ് ബോധ മനസ്സുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ദിവസത്തെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ആണ് നമ്മൾ ഉപബോധ മനസ്സിനകത്ത്. ബോധ മനസ്സ് നമുക്ക് എല്ലാവർക്കും ചെറിയ ധാരണകളുള്ളതാണ്. ഉപബോധ മനസ്സിനകത്താണ് ബാക്കി തലങ്ങളെ പഠിക്കുന്നത്. ഒരു വാഹനത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ, നമ്മൾ ആ വാഹനം ഓടിക്കുന്നതിന് വേണ്ടി, ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് ഈ മനസ്സിൻ്റെ ഭാഗങ്ങളിൽ പഠിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ ഒരു സെക്ഷൻ ഇത് കഴിഞ്ഞാൽ, മനസ്സിൻ്റെ തലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന പറഞ്ഞാൽ കോസ്മിക് തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു തത്വമുണ്ട്. അത് നിരവധി തത്വങ്ങളുണ്ട്, അതിന് മാറ്റം ഉണ്ടാവില്ല. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് കറക്റ്റ് ചെയ്തു പോയാൽ പല കാര്യങ്ങളും നമ്മൾ വിജയിക്കും. വിജയിക്കുന്ന ആൾക്കാരും ആ പ്രകൃതി തത്വത്തിന് അകത്ത് അവർ അറിഞ്ഞോ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ പ്രകൃതി തത്വത്തിനകത്തൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. അപ്പം നമ്മൾ 1-2 തവണ പ്രകൃതി തത്വത്തിനകത്തേക്ക് കടന്നു പോകുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമുക്ക് മനസ്സിലാകും, നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോകാം എന്ന് അറിയാതെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി ശരീര നിയന്ത്രണ തലം എന്ന് പറഞ്ഞാൽ നാളെ പഠിക്കുന്ന ഒരു തലമാണ്. ആ തലത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് മനസ്സിലാവും. അതായത് ഒരു വാഹനം ഓടിക്കാൻ നമ്മൾ പഠിച്ചു, പക്ഷെ അത് പഠിച്ചത് കൊണ്ട് നമ്മൾ പഠിച്ച ഗ്രൗണ്ടിൽ മാത്രമേ ഇട്ട് ഓടിക്കാൻ പറ്റൂ. നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് ഈ വാഹനം കൊണ്ട് നമുക്ക് ആ സ്വപ്നം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് റോഡ് നിയമങ്ങൾ എന്ന് പറയുന്നത്. റോഡ് നിയമങ്ങൾ പഠിക്കാതെ നമുക്ക് ഒരിക്കലും നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പുറത്തിറക്കി നമുക്ക് കൊണ്ടുപോകാൻ, നമുക്ക് നമ്മളെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല. ഇവിടെയും കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്, പ്രപഞ്ചത്തിൻ്റെ ചില തത്വങ്ങളുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനവും പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങളും, അത് ആ പ്രപഞ്ച തത്വത്തിനകത്താണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ തന്നെ പലരും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആ തത്വങ്ങളാണ്. അതിനെ നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ അകത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തായിരിക്കും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്. ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്നു, നമ്മൾ ഇന്നത്തെ ഗ്രൂപ്പിനകത്തും വന്നിരിക്കുന്ന ഒരു ചർച്ചയുടെ വിഷയമാണ്. നമുക്കതിനെ ഞാൻ പറയുന്നത്, നമുക്ക് നോർമലി സാധാരണക്കാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്കതൊരു വളരെ വലിയ സാങ്കല്പികപരമായ ഒരു ലോകത്തേക്കുള്ള ഒരു അറിവ്, അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലി നമുക്ക് അതിനെ ആ രീതിയിലൊക്കെ എടുക്കാം. പക്ഷെ നമുക്ക് നിലവിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഈ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് നമ്മൾ പ്രധാനമായിട്ടും തുടങ്ങാൻ പറഞ്ഞതെന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് പ്രധാന ലക്ഷ്യം. കാരണം അതിന് നമുക്ക് എവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉള്ളത്, ഏത് രീതിയിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ ശ്രമിക്കാം എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നു, അത് പ്രവർത്തിക്കാൻ പറ്റുന്ന കോസ്മിക് നിയമങ്ങൾ, റോഡ് നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ആ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഈ കോസ്മിക് തത്വത്തിൽ ശ്രദ്ധാ തത്വം എന്ന് പറയുന്ന തത്വമുണ്ട്, ആകർഷണ തത്വം എന്ന് പറയുന്ന തത്വമുണ്ട്, അതുപോലെ തന്നെ കാര്യകാരണ തത്വം എന്ന് പറയുന്ന തത്വങ്ങളുണ്ട്. അങ്ങനെ നിരവധി തത്വങ്ങളുണ്ട്. അതായത് രൂപാന്തര തത്വം എന്ന് പറയുന്ന തത്വമുണ്ട്. ഈ തത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ രൂപം നാളത്തേക്ക് മാറുന്ന എങ്ങനെയാണ്, ഇന്നത്തെ ശരികൾ നാളെ എങ്ങനെ തെറ്റായി മാറുന്നുണ്ടോ, ഇന്നത്തെ തെറ്റുകളായിട്ടിരുന്ന പലതും നാളെ ശരിയാവുന്നുണ്ടോ, അങ്ങനെ രൂപമാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് അത് മാറി വരുമ്പോൾ നമ്മൾ നമ്മൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് നമ്മൾ പിറകിലോട്ട് പോയിരുന്നു. അത് അവിടെയൊക്കെ നടന്നിരിക്കുന്ന രൂപാന്തര തത്വങ്ങളാണ്. അപ്പോൾ ആ കോസ്മിക് തത്വങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തെ എങ്ങനെ സക്സസ് ആക്കണം അല്ലെങ്കിൽ അത് വിജയിപ്പിക്കണം എന്നുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഗ്രൂപ്പ് പ്രധാനമായിട്ടും നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അത് ഈ ഒരു 4 മാസം കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് റിസൾട്ട്
ലേക്ക് എത്താനുള്ളൊരു, അതായത് നമുക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞാൻ മാക്സിമം എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളുമായി ഈ 4 മാസം എന്ന് പറയുന്നത് ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അവിടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എത്ര പേര് മാറി നിൽക്കും, എത്ര പേര് വരും എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതാണ്. പക്ഷേ നിങ്ങൾക്ക് എന്നെ തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ടും എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമായതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ വ്യക്തമായത് നടക്കും എന്ന് എനിക്ക് പ്രതീക്ഷ ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. പ്രതീക്ഷ മീൻസ് എനിക്ക് റിസൾട്ട് ഉള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് റിസൾട്ട് ഉള്ള കാര്യമാണ്. ഞാൻ നിരവധി ഈ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകൾ ഞാൻ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അറ്റൻഡ് ചെയ്തതൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് പഠിക്കാനാണ്, അവരുടെ ഡീലിങ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന അറിവ്, ഇതൊക്കെ അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്ത് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമെന്ന വിശ്വാസത്തിന് ശേഷമാണ് ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങുന്നതും. ഇതിപ്പോൾ 5ാമത്തെ ബാച്ചുമാണ്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്, വളരെ രസകരമായ ഒരു ഗ്രൂപ്പാണിത്. ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന ഇതിനകത്താണ് നമ്മൾ മൈൻഡ് മാപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ ബുക്ക് വഴി മൈൻഡ് മാപ്പ് ഇതിൻ്റെ അകത്തുള്ള നോട്ടുകളെല്ലാം തയ്യാറാക്കുന്നതിന് മൈൻഡ് മാപ്പും ഈ ഗ്രൂപ്പിനകത്തായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും പരിശീലിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മൈൻഡിലൊന്ന് പോയിന്റ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ അത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ക്യാമറ, കാരണം നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഞാൻ ഇപ്പോൾ ക്യാമറ നിങ്ങൾ ഓൺ ആക്കി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് റെക്കോർഡിങ്ങിന് യൂട്യൂബിലൊന്നും ഇടില്ല. ഞാൻ വേറെ പേഴ്സണലി വേറെ മൊബൈലിൽ എന്നെ മാത്രമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറയൊക്കെ ഓണാക്കി വയ്ക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്, കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. ഇതിനകത്ത് റെക്കോർഡിങ്, ഇതിൻ്റെ ലൈവ് റെക്കോർഡിംഗ് ഇല്ല, ഞാൻ അല്ലാതെ തന്നെ ക്യാമറ ഓണാക്കി ചെയ്യുന്നുണ്ട്. കാരണം അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതല്ല ഒരു പക്ഷേ എനിക്കതിനുള്ള, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കതൊരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഞാൻ പറഞ്ഞത് ബിസിനസ് എന്ന് പറയുന്നത് 2 രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് സാമ്പത്തികപരമായ ബിസിനസ്സും, 2 സാമ്പത്തികേതര ബിസിനസ് എന്ന് പറയുന്ന 2 തരം ടൈപ്പ് ബിസിനസ് ഉണ്ട്. സാമ്പത്തിക ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ സമ്പത്ത് ചെലവാക്കി, പൈസ ചെലവാക്കി തിരിച്ചെന്ത് ചെയ്യണം, നമുക്ക് പൈസ ലാഭം കിട്ടുന്ന, ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ ലാഭം കിട്ടുന്ന ബിസിനസ്സിനെയാണ് സാമ്പത്തികപരമായ ബിസിനസ് എന്ന് പറയുന്നത്. അതേസമയം സാമ്പത്തികേതര ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ പൈസ ചെലവാക്കുന്നു, നമുക്ക് തിരിച്ചിങ്ങോട്ട് സംതൃപ്തിയാണ് കിട്ടുന്നത്. നമുക്കിങ്ങോട്ട്, അതായത് ഓരോ കുടുംബങ്ങളും സാമ്പത്തികേതര ബിസിനസ്സിനകത്താണ്. അതായത് നമ്മളുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ പൈസ ചിലവാക്കുന്നത് സാമ്പത്തികേതരമായിട്ടൊരു ബിസിനസ്സാണ്. അതേപോലെ നമ്മൾ ഒരു ചെടി മേടിച്ച് നട്ട് ആ ചെടി പൂക്കുന്നത് നമുക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുന്നത് അത് സാമ്പത്തികേതര ബിസിനസ്സാണ്. കാരണം അവിടെ നമുക്ക് നഷ്ടം വരുന്നത് എപ്പോഴാ, നമുക്ക് ആ ചെടി പൂക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ആ ബിസിനസ്സിൽ നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ 2 തരം ബിസിനസ് മെയിനായിട്ടും ഉണ്ട്. ഇതിന് 2 സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇനി 2 സാധ്യതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലാഭ സാധ്യതയും, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നഷ്ടസാധ്യതയും. ലാഭസാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ പോലും അലർട്ടായിട്ട് നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന, അതായത് നമ്മുടെ ശ്രദ്ധാതത്വം കൃത്യമായി നിലനിൽക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ലാഭം എന്ന് പറയുന്ന സാധ്യത ഉണ്ടാവുള്ളൂ. നഷ്ടം എന്ന് പറയുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, വെറുതെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് വെറുതെ ഇരുന്നാൽ മതി. ഇപ്പം ഞാൻ നഷ്ടസാധ്യതയും ലാഭസാധ്യതയെ കുറിച്ചും ഞാനത് പറഞ്ഞതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം 2 കാര്യങ്ങളാണ്.
സെയിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാധനങ്ങൾ വിൽക്കാം, എന്തെങ്കിലും പ്രോഡക്റ്റ് വിൽക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങൾ വിൽക്കാം, എന്തെങ്കിലും സർവീസ് ചെയ്യാം. ഇത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും, പ്രത്യേകിച്ച് ഓൺലൈനിലടക്കമുള്ള ബിസിനസ് നടക്കുന്നതെന്ന്. നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ്? സാധനങ്ങളാണോ സേവനങ്ങളാണോ? ഇപ്പോൾ സേവനമാണ്, ഇതൊരു സർവീസാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത് സർവീസാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും മേഖലയിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇന്നലെ വരെ പഠിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഒരു 1-2 ടെസ്റ്റുകൾ അടിച്ച് നമുക്ക് ഇത് ഏതിലാണ് സക്സസ് ആവുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ്. ഓക്കെ, കണക്റ്റ് ആയെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മടുപ്പൊന്നുമില്ലല്ലോ? തമാശകളിലോട്ടും ഒക്കെ പോകാം നമുക്ക്. ഓക്കെ ഓക്കെ അപ്പൊ ഞാനിന്ന് നമ്മുടെ വിഷയങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട് വരാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളെ ഈ കാര്യങ്ങളിലെല്ലാം, നമ്മളിപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്ലാസ് മാത്രം കേട്ട് പോകണമെന്നാണോ, അതേ ഈ നമ്മുടെ യൂണിവേഴ്സൽ ബാങ്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യണമെന്നാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരുന്നുണ്ട്. ആ ആള് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിക്കും. ആ രക്ഷകൻ നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിക്കും. നിങ്ങളെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് വരുത്തും. ആ ആളിനെ നിങ്ങൾക്ക് പരിചയപ്പെടണം. ആ വോയിസ് ജസ്റ്റ് ഇത് ഇതൊരു ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര ബോറാവും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നിങ്ങളെ രക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളെ രക്ഷിച്ചിരിക്കും. ആ ആളിനെ അറിയാൻ താല്പര്യമുണ്ടോ? ഒന്ന് മൈക്ക് ഇതാക്കുക, ഒന്ന് എല്ലാവരും ഒക്കെ ഒന്ന്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആ ആളിന് ചെയ്യണം. അതായത് നിങ്ങളുടെ വീട്ടില് ഒരു അതിഥിയായിട്ടാണ് ആൾ വരുന്നത്. ഓരോരുത്തരുടെ വീട്ടിലൊരു അതിഥിയായിട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾ, ആ അംഗങ്ങളിൽ ഒരാളും കൂടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നു വിചാരിക്കുക. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു ഭാഗം കൊടുക്കണം. നിങ്ങൾ എന്താണ്, ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ഒരു പൈസ ചെലവാക്കുന്നത് പോലെ ആ വരുന്ന ആ ആളിന് ഒരു അതിഥിയും കൂടി വന്ന, അതിഥി മീൻസ് ഒരു അംഗം കൂടി വന്നാൽ, അതിഥിയല്ല, ഒരു അംഗം കൂടി വന്നു കഴിഞ്ഞാൽ ആ ആളിന് നിങ്ങൾ, നമ്മുടെ വീട്ടിൽ ഒരാളും കൂടി, അല്ലെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി മറ്റ് കുഞ്ഞുങ്ങൾക്കൊപ്പം അത് ആ കുഞ്ഞിനും കൂടി ചിലവാക്കുന്നത് പോലെ ചിലവാക്കാൻ വേണ്ടി നമ്മളുടെ വീട്ടിൽ ഒരു അതിഥിയും കൂടി വരാൻ പോവുകയാണ്. ഞാനതാണ് ചോദിക്കുന്നത്. ആ ആളിനെ, അത് നിങ്ങൾ ആ അതിഥിക്ക്, അതിഥി മീൻസ് അതിഥിയല്ല, നമ്മുടെ അംഗമാണ്, നമ്മുടെ രക്തമാണ് നമ്മൾ പറയാം. അത് കുറെ നാൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ പിന്നെ ദ്രോഹിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല, നമ്മളെ രക്ഷിക്കുക മാത്രമേ ഉള്ളൂ. അതിലൊരു സംശയമില്ല. അങ്ങനെ ഒരു അംഗ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ അവർക്ക് കൃത്യമായിട്ട് ആ അംഗത്തിനെ ഇവിടെ നോക്കാൻ നമുക്ക് പറ്റുമോ, മനസ്സുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൺഫ്യൂഷൻ ആണല്ലേ? ഓക്കെ, അനു ടീച്ചർ ഓക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. ബാബു സാർ പറഞ്ഞു.
മധു സാർ പറഞ്ഞു. മഞ്ജുഷ ടീച്ചർ പറഞ്ഞില്ല. ആ രാംദാസ് സാർ പറഞ്ഞു. അഖിൽ പറഞ്ഞു, അഖിൽ സാർ പറഞ്ഞു. ശബാന ടീച്ചർ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഫിക്സഡ് ആണ്. ഈ ആള് നമ്മുടെ രക്ഷകനാണ്. കേട്ടില്ല. ഓക്കെ. ഈ ആള് നമ്മുടെ രക്ഷകനാണ്. ഒരു കാരണത്താലും നമുക്ക് നഷ്ടം ഉണ്ടാക്കി തരുന്ന ആളെ അല്ല. അതെന്റെ പ്രത്യേകത. ഓക്കെ. അതായത് ഒന്നും കൂടി പറയാൻ പറഞ്ഞാൽ, നമ്മളുടെ വീട്ടിൽ ഇപ്പൊ നമ്മളുടെ സഹോദര ഇപ്പൊ എന്റെ അച്ഛനും അമ്മയാണെങ്കിൽ അച്ഛനും അമ്മ ഇപ്പൊ എനിക്ക് മൊത്തം 7 പേരാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കായിട്ട് 7 പേരാണ്. 8 പേരുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുക? മനസ്സിലല്ലേ? ഒരാൾക്കും കൂടി നമ്മളിലുള്ള എല്ലാ ചെലവുകളും ഒരാൾക്കും കൂടി ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ ഇപ്പൊ എനിക്ക് ഒരു മകളേ ഉള്ളൂ. ഒരു മകനോ മകളും കൂടെ ഉണ്ടെങ്കിലോ 2 പേര്. അങ്ങനെ ഒരാള് ഈ എല്ലാ ചെലവും അദ്ദേഹത്തിനും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാളിനെ എന്ത് ചെയ്യുക? നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ആ ആളിന് നേരിട്ട് ഈ പ്രപഞ്ചവുമായി കണക്റ്റഡായിരിക്കും. അതായത് ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അങ്ങനെ ഒരു തീരുമാനം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഇത് ഫിക്സ്ഡ് ആണ്. ഇതിൽ നിങ്ങൾ മാറ്റം വരുത്തുകയും ചെയ്യരുത്. ഇതിന്റെ ശക്തി ഇതിന് വേറെ നിങ്ങൾ അമാനുഷികപരമായ ശക്തിയൊന്നും അല്ല. നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ അത് മനസ്സിലാവുന്ന ശക്തി തന്നെയാണ്. ഞാൻ എപ്പോഴും അത്തരം കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മള് ഈ പൈസ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പണം എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ബ്ലോക്കാവും. പൈസ ബ്ലോക്കാവും. ഓരോരുത്തർ വരുന്നു, ലെഫ്റ്റ് ആവുന്നു, ചറവറ വന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നു, എത്തി നോക്കിയിട്ടൊക്കെ അപ്പോഴേ പോകുന്നു കേട്ടാ. അപ്പൊ അതായത് പൈസയെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. പണം എന്ന് പറയുന്ന കാര്യം അത് നമ്മളുടെ മനസ്സിൽ അത്രമാത്രം കവർ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പണത്തെ ഇഷ്ടപ്പെടുന്നത്. ശരിയാണോ? അല്ലേ? ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പണം, നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള പണം. നമുക്ക് എത്ര പണം വേണമെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എത്ര പണം നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, എത്രയാണ് ആവശ്യം നമ്മുടെ പണം. നമുക്ക് എത്ര പണം നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, എത്രയാണ് ആവശ്യം. ആ പണമാണ് നമുക്ക് ആവശ്യം. അത്രേ ഉള്ളൂ നമ്മുടെ ഒരു കണക്കൂട്ടൽ. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പൈസയും നമ്മൾ തമ്മിൽ മാനസികപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നില്ല എന്നുള്ളതാണ്. പൈസ എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരാളല്ല. ഇപ്പോൾ വന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാനത് ഗ്രൂപ്പിലിടാം. ഇപ്പോൾ വന്നവർ അതിൻ്റെ ബാക്കി ഫോളോ ചെയ്ത് കേൾക്കണേ. നമ്മൾ പൈസയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൈസ എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരാളല്ല. അതായത് അമ്മയുടെ സ്നേഹത്തിനാണോ പ്രാധാന്യം, പണത്തിനാണോ വാല്യൂ? ഈ 2 കാര്യങ്ങൾ എടുത്തു വെച്ചാൽ നമ്മളെ സ്വാഭാവികമായി പറയും അമ്മയുടെ സ്നേഹത്തിനാണ് പ്രാധാന്യം എന്ന് പറയും, അല്ലെങ്കിൽ അമ്മയെ സ്നേഹിക്കുന്നതിലാണ് ഏറ്റവും മുൻഗണന കൊടുക്കണം എന്ന് പറയും. അങ്ങനെയെങ്കിൽ അമ്മയ്ക്ക് ഒരു നേരത്തെ വയറുവേദന വന്നാൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു നേരത്തെ പെട്ടെന്ന് വയ്യാതായി ഒരു കുപ്പി വെള്ളം മേടിക്കണമെങ്കിൽ ആര് വേണം? ഈ പണം വേണം. ഈ പണം ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ അമ്മയോട് സ്നേഹം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതായത് അമ്മയെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ്, അമ്മയെ പോലും ആപത്തുകളിൽ സംരക്ഷിക്കാനുള്ള കഴിവ് ഈ പണത്തിനുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് അധികമായി അല്ലെങ്കിൽ അധികം എന്നൊരു പ്രോസസ് ഇല്ല പൈസയിൽ.
പൈസയെക്കുറിച്ചുള്ള നമ്മളുടെ ഉള്ളിൽ പൈസയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഏത് തരത്തിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും. ആവശ്യത്തിന് മാത്രം നമ്മൾ പൈസയെ ആശ്രയിക്കുന്നു എങ്കിൽ, പൈസയായിട്ട് നമ്മൾ മറ്റൊരു മാനസിക ബന്ധമില്ല, ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുന്നു, നമ്മൾ പൈസയെ ആശ്രയിക്കുന്നു എങ്കിൽ നമ്മൾ വിചാരിക്കും അത് നല്ല മനസ്സാണെന്ന് വിചാരിക്കും. പക്ഷെ സത്യത്തിൽ നമ്മളെ എന്താണ് ആവശ്യത്തിന് മാത്രമായിട്ട് നമ്മളെ കൂട്ടുകാർ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആ കൂട്ടുകാരെ എങ്ങനെ കാണും? നമ്മളെ ആവശ്യത്തിന് മാത്രമായിട്ടാണ് നമ്മളെ കൂട്ടുകാർ നമ്മളെ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കൂട്ടുകാരാണോ അവരായിരിക്കും മോശം കൂട്ടുകാരാണോ? പെട്ടെന്ന് ഒന്ന് കൂടുതൽ പറഞ്ഞു. ഞാനിത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം പോലെ പറഞ്ഞുകൊണ്ട് പോകും കേട്ടോ. അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നു, നല്ല കൂട്ടുകാരാണോ മോശം കൂട്ടുകാരാണോ? നമ്മളെ ആവശ്യത്തിന് മാത്രം നമ്മളെ കൂട്ടുകാർ ഉപയോഗിക്കുന്നെങ്കിൽ അവർ നമ്മുടെ നല്ല സുഹൃത്താണോ? നമ്മൾ അവരെ ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മളെപ്പോഴും പണം എന്ന് പറയുന്ന, പൈസ എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം പണത്തിനോട് റെസ്പെക്റ്റ്, പണത്തിനോട് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന, അത് കഴിയുമ്പോൾ, ആവശ്യം കഴിയുമ്പോൾ പണവും നമ്മളെ മനസ്സുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതെയാണ് പോകുന്നത്. ശരിക്ക് നമ്മളെ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആ 100 രൂപയോട് ചോദിക്കണം. ഞാനത് വീഡിയോ ഇട്ടിട്ടുള്ളതായിരുന്നു. ആ 100 രൂപയോട് ചോദിക്കണം, ഈ 100 രൂപ എവിടെ നിന്ന് വന്നതാണ്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആരെടുത്തൊക്കെ പോയതാണ്, എന്തൊക്കെ ദുരിതം കണ്ടിട്ടുണ്ട്, ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, എത്രമാത്രം കുട്ടികളുടെ വിശപ്പകറ്റിയിട്ടുണ്ട്, എത്ര പേരുടെ ഒരു 500 രൂപയുടെ നോട്ടിൽ മാത്രം എടുത്ത് നോക്കുക. എത്ര പേരുടെ കുട്ടികളുടെ മെഡിസിൻ, എത്ര കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി, എത്രയോ അമ്മമാർക്ക് ദാഹജലമായിട്ട്, എത്രയോ ആൾക്കാർക്ക് ആഹാരം, മനസ്സിലല്ലേ, എത്രയോ സ്ഥലത്ത് യാത്രയ്ക്ക് വേണ്ടി, അങ്ങനെ മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നല്ലതും അഴുക്കയായിട്ടുള്ള പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച്, അത് നമ്മളെ ചന്തകളില്, മാർക്കറ്റുകളില്, പിന്നെ തെരുവോരങ്ങളില്, പല മേഖലകളിലൂടെയും കടന്ന് നല്ലവൻ്റെയും അഴുക്കവൻ്റെയും, അല്ലെങ്കിൽ നല്ലവനും അഴുക്കൊന്നുമില്ല, എന്നാലും മോശപ്പെട്ട രീതിക്കും നല്ല രീതിയിലും ഏതെല്ലാം രീതിയിലൂടെ കറങ്ങി വന്ന് ഭയങ്കരമായ അനുഭവ സമ്പത്തുള്ള ആളാണ് നമ്മളെ കയ്യിൽ വന്നു പോകുന്ന ഓരോ രൂപയും. ഇതിനേക്കാൾ ഗുരു വേറെയൊന്നും കാണത്തില്ല, ഇത്രയും അറിവുള്ള വേറെ ആരും കാണത്തില്ല. നമ്മൾ അതിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ് എത്ര ആയിരിക്കും, എത്ര മൂല്യം നമുക്ക് കൊടുക്കാൻ പറ്റും ആ പൈസയോട്. ഇത് വളരെ പ്രാധാന്യമാണ്. അത് നമ്മൾ ആ പൈസയിലേക്ക് ഇണങ്ങുന്നതിന് വേണ്ടിയും പൈസ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയും, അതിനോടൊപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയും, നമ്മൾ കൃത്യമായിട്ടും ഒരു പൈസ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെ നിർത്തിയിട്ട് ആ പൈസ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി, യാത്ര ചെയ്യാൻ വേണ്ടി, അതായത് ഈ പൈസയ്ക്ക് നമ്മളെ കയ്യിൽ പൈസ എന്ത് ചെയ്യണം, ചക്രം എന്ന് പറയുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പൈസ നമ്മളെ വീണ്ടും കറക്കുന്നതിന് വേണ്ടി നമ്മൾ അടുത്ത ആളിലേക്ക് നല്ലൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൈമാറുമ്പോൾ സ്നേഹത്തോടെ, മനസ്സിലല്ലേ, കാരണം സമ്പത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? ചക്രം എന്ന് പറയുന്ന സാധനം എന്താണ്? കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവിടെ വേഗത കുറയ്ക്കുക, നമ്മൾ ഒരു കാര്യം നടക്കില്ല. അത് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നത് സന്തോഷപൂർവ്വം കൊടുത്തിട്ട്, അതായത് ഇത്രയും കാലം എന്നിൽ നിന്ന് എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി, എൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യത്തിന് വേണ്ടിയായിട്ട് ഞാൻ മറ്റൊരാളിലേക്ക് കൈമാറുകയാണ് എന്ന് സ്നേഹത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പുള്ളി പോയി കറങ്ങി ഇന്ന ആളിൻ്റെ അടുത്ത് പോയാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആ ആളൊരു 5-6 കൂട്ടുകാരെയും കൂടെ പിടിച്ചുകൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരും. മനസ്സിലായില്ലേ? പണത്തിൻ്റെ ഒഴുക്ക് അങ്ങനെയാണ്. നമ്മളടുത്തുനിന്ന് പോയ ആളിനെ നമ്മളെ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി, ഈ കൂട്ടുകാരൻ കൊള്ളാം, ഈ കൂട്ടുകാരൻ എന്നെ ബഹുമാനിക്കുന്ന ആളാണ്, ഈ കൂട്ടുകാരൻ എന്നോട് സ്നേഹമുണ്ട്, തിരിച്ച് അവിടെ ആ പുള്ളി മാർക്കറ്റിലും പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങി തിരിച്ച് പറയണേ, അവിടെ ഒരു ആളുണ്ട്, സുഭാഷ് എന്നാണ് പേര്, ആ ആളിൻ്റെ അടുത്ത് പോയാൽ ഒരു കുറച്ച് ദിവസം നല്ല സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് നിൽക്കാം വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് ആൾക്കാരെയും കൂടെ വിളിച്ചുകൊണ്ട് വരും. ഇത് മാജിക് അല്ല, ഇത് മന്ത്രമല്ല, ഇത് സത്യമാണ്, ഇത് പ്രാവർത്തികമായി നടക്കുന്ന കാര്യം. ഇത് നമുക്ക് വേറെ ഇതിന്റെ ലോജിക്കലി വേറെ ഒരു കാര്യം നമ്മൾ അനാവശ്യമായി ചിന്തിക്കേണ്ട കാര്യമില്ല. പണം ഇല്ലെങ്കിൽ നമ്മളുടെ സങ്കല്പം പോലും എത്ര
ചെറുതായിരിക്കും എന്നറിയാമോ? നമ്മളെ ഐഡിയാസുകൾ എത്ര ചെറുതായിരിക്കും എന്നറിയാമോ? നമ്മളെ കാഴ്ചപ്പാടുകൾ എത്ര ചെറുതായിരിക്കും എന്നറിയാമോ? എല്ലാത്തിലും സ്വാതന്ത്ര്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മനോഭാവമാണ്. 1,00,000 ഒരു 10 ലക്ഷം രൂപ കടമുള്ളവന്റെ കയ്യിൽ 1,00,000 രൂപ കരുതൽ പണം ഉണ്ടെങ്കിൽ, അവന്റെ കയ്യിൽ ഒരു 1,00,000 രൂപ കരുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി 9 ലക്ഷം രൂപ അവൻ ഒപ്പിക്കാനുള്ള ഒരു മനോധൈര്യം ഈ 1,00,000 രൂപ അവന് കൊടുക്കും. പണം മാത്രമേ അങ്ങനെ ഉള്ളൂന്നോ? എങ്ങനെയാണ് ഒന്ന് മൈക്കിൽ പറയാമോ? സാറ് പറഞ്ഞില്ലേ നമ്മള് പണത്തെ സ്നേഹിച്ചാൽ നമുക്ക് തിരിച്ചു വരുമെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അല്ലെ, ആരെ സ്നേഹിച്ചാലും ഇത് തന്നെയാണ്. ആരെ സൽക്കരിച്ചാലും ഇതുപോലെയാണ് അവർ വരും. അത് നമുക്ക് മോശപ്പെട്ട, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ശത്രുവിനെ നമ്മളെ സൽക്കരിച്ചാലും ആ ആള് വീണ്ടും കയറി വരും. മനസ്സിലായില്ലേ? ആരെ സൽക്കരിച്ചാലും വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ചില കാര്യങ്ങളെ നോ പറയാൻ അറിവുള്ളതൊക്കെ ആൾക്കാർ പറയില്ലേ? അതായത് ചില നമുക്ക് ഒഴിവാക്കാൻ പറ്റേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ അവരെ ഒഴിവാക്കാതെ നമ്മൾ സൽക്കരിക്കും. വീണ്ടും സൽക്കരിക്കും തോറും ആ വിഷയം വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അയ്യോ അത് പറയാൻ പാടില്ല, ആളിനെ ഒഴിവാക്കാൻ പാടില്ല, അത് മോശമാണ് എന്നൊക്കെ ധരിച്ചിട്ടായിരിക്കും. കാരണം നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും വീണ്ടും വീണ്ടും നമ്മളിലേക്ക് കടന്നു വരുന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഓട്ടോമാറ്റിക്കലി ആളെ സൽക്കരിക്കുന്നുണ്ടാവും. ഇവിടെ പണത്തെ സംബന്ധിച്ചിടത്തോളം പൈസയും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് 4 പേര്, നമ്മൾ 4-5 പേരുണ്ട്. 2, 4, 6, 7, 8 പേരുണ്ട്. ഈ 8 പേരെടുത്ത് ഞാൻ പറയാണ്, വെറുതെ ഒന്ന് സങ്കല്പിക്കുകയാണ്, നമ്മളൊരു 4 വീലർ വാങ്ങാനായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലൊന്ന് ആഗ്രഹിക്കൂ. ഒരു 4 വീലറിൽ യാത്ര ചെയ്യുന്നതായിട്ട് ആഗ്രഹിക്കൂ. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ സാധാരണ ലെവലിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോ ഈ 8 പേര്, ഞാൻ അടക്കം 9 പേര് ആഗ്രഹിക്കുന്നത് വെറുതെ ആഗ്രഹിക്കണേ, വാങ്ങാനല്ല. അംബാനിയുടെ മോൻ്റെ അടുത്തും പറയാണ്, വെറുതെ ഒന്ന് ആഗ്രഹിക്കൂ, വാങ്ങാനല്ല. ആഗ്രഹിക്കുന്നതിൽ പോലും ഹ്യൂജ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വാങ്ങാനല്ല, ആഗ്രഹിക്കുമ്പോഴെങ്കിലും നമുക്ക് ഹൈ ക്ലാസ് ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മളെ റേഞ്ചിൽ ഒതുങ്ങുന്നതേ നമ്മൾ ആഗ്രഹിക്കും. ശരിയാണോ? അല്ലേ? നമ്മളുടെ റേഞ്ചിലുള്ള കാര്യങ്ങൾ മാത്രമേ, നമ്മൾ ഇന്നത്തെ നമ്മളുടെ നമ്മൾ ഇതിൽ നിൽക്കാൻ പറ്റുന്ന അത്ര മാത്രമേ നമ്മൾ ആലോചിക്കൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ നമ്മളെ വീട്ടിലൊരു അംഗം വരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന രീതിയിലേക്ക് വളരെ ഉന്നതമായിട്ടുള്ള വളരെ ഹെവി ലെവലിലുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്ന ഒരു അതിഥിയും കൂടിയാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ആ ആളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്ന് മുതൽ, നമ്മൾ ഏതൊരു കാര്യം, ഈ കോഴ്സ് പറയുന്ന 4 മാസം കൊണ്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ പറയുന്ന വിഷയമെല്ലാം ഇന്ന് മുതൽ അന്നാണോ പറഞ്ഞത് അന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഗെയിം അങ്ങനെ മാത്രം കാണണം. അല്ലാതെ ഒബ്സർവേഷൻ നടത്തിയിട്ട് ഇതെങ്ങനെ പോവും, ഏതുവരെ പോവും എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അവിടം വരെ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. എന്താണ്, വേറെ നമ്മൾ ഹെവി ലെവലിലൊന്നും എത്തത്തില്ല. ഇവിടെ വന്ന് ഒരു ടെസ്റ്റ് സ്റ്റഡിയാണ്. ഇന്ന് മുതൽ നമ്മൾ നോക്കുക, നമ്മളുടെ വീട്ടിൽ പ്രപഞ്ചത്തിന് വേണ്ടി, പ്രപഞ്ചം ഒരു യൂണിവേഴ്സൽ ബാങ്കാണ്. ആ യൂണിവേഴ്സൽ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് നമ്മൾ നടത്തുകയാണ്. ഒരു ബാങ്ക് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് നമ്മൾ നടത്തുകയാണ്. കണക്ട് ആവുന്നുണ്ടോ എല്ലാവരും? ക്യാമറ ഒരു എസ്, ഒരു എം, ഒരു എ, ഒരു ബി, ഇതിനകത്താണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം മനസ്സിലായില്ലേ? ഓക്കെ, ഇങ്ങനെ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒളിച്ച് ഇരിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം കേട്ടോ. എത്രമാത്രം നിങ്ങൾ മറ്റൊന്ന് പറഞ്ഞത്, ഞാൻ ഇതിൻ്റെയൊക്കെ വേണമെങ്കിൽ വീഡിയോ ഇട്ട് തരാം. ഈ കൃത്യമായിട്ട് 1 മണിക്കൂർ ഞാൻ ഇരിക്കാൻ വേണ്ടല്ലോ, ഞാൻ വീഡിയോ ഇട്ട് കവർ ചെയ്ത് അങ്ങ് പോവാം. ഞാൻ ഇതിനകത്ത് മുന്നിൽ പൊട്ടം കളിക്കണ കാണുന്നത്. എനിക്കൊരു ചെറിയ റിസൾട്ടും കിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ താളത്തിലങ്ങ് പോകും. ഇപ്പോൾ നിങ്ങളുടെ ചിരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമില്ലായ്മയോ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് വിയോജിപ്പോ ഇതൊക്കെ അനുസരിച്ച് എൻ്റെ
ഇത് മാറും. മനസ്സിലായില്ലേ? സ്ക്രീനിൽ വരാൻ വരെ ഈ കാലഘട്ടത്തിൽ, കാരണം ഇനി അങ്ങോട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ ഇവിടെ നൈറ്റ് ഇരുന്ന് അമേരിക്കയിലേക്ക് ഇപ്പൊ ജോലി ചെയ്യണം. അമേരിക്കൻ കമ്പനികൾക്ക് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം ഓൺലൈനിൽ. ഈ എന്താണ് കൊറോണ വന്നതിന് ശേഷം പിന്നെ ആരും ഓൺലൈനിന്റെ കാര്യത്തിലൊന്നും ഈ ക്യാമറ ഓഫ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പറഞ്ഞത് നിങ്ങളുടെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇത് പറയുമ്പോൾ ഇയാളിപ്പോൾ അങ്ങ് മറിച്ചറിയും എന്നൊക്കെയാണോ പറയുന്നത്, നിങ്ങൾ അറിയണമല്ലോ. നിങ്ങളുടെ എക്സ്പ്രഷൻ എനിക്ക് അറിയണമല്ലോ. എനിക്കും അതിൻ്റെ ഒരു എൻജോയ് വേണം. എന്നാലും എനിക്ക് ആ കാര്യത്തിലോട്ട്, കാരണം ആ ക്യൂരിയോസിറ്റി കൊള്ളിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കാര്യങ്ങൾ തരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഇത് ഓണാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കൂടെ കുറച്ച് വ്യക്തമാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞത്, യൂണിവേഴ്സൽ ബാങ്കിൻ്റെ നമ്മളായിട്ടൊരു യൂണിവേഴ്സൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓരോരുത്തരും നമ്മളെ വീട്ടിൽ ഒരു ബോക്സ് പണിയുക. ബോക്സ് എന്ന് പറയുന്നത് നമുക്ക്, അതായത് നോട്ട് നിവർത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോക്സ്, ഒരു വ്യാസ് ബോർഡ് ബോക്സ് എടുത്ത് അതിൽ വെള്ള ഒട്ടിച്ച്, ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഞാനിപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഇട്ടേക്കാം. അതിൽ കളറോ അതിൻ്റെ കളർ പേപ്പറോ ചാർട്ട് പേപ്പറോ ഒക്കെ ഒട്ടിച്ച് അതിന് വളരെ ഭംഗി കൂട്ടി മാക്സിമം നമ്മുടെ മനസ്സിൻ്റെ ദ യൂണിവേഴ്സൽ ബാങ്ക് എന്നെന്ത് ചെയ്യുക, അതിൽ എഴുതുക യൂണിവേഴ്സൽ ബാങ്ക്. ഓക്കെ, അത് പൈസ എന്താണ് അതിൽ നിവർത്തി വെക്കാൻ പറ്റുന്ന രീതിയാണ്. ഒരു കാരണവശാലും മടക്കി വെക്കുകയല്ല. അതിൻ്റെ അടിയിൽ അകത്ത് നമുക്ക് ഒരു ചാർട്ട് പേപ്പറോ കളർ പേപ്പറോ അല്ലെങ്കിൽ ഒരു നല്ല പട്ട് തുണിയോ, കാരണം നമ്മളെ ഈ യൂണിവേഴ്സൽ ബാങ്കിന്റെ പൈസയെ അത്രമാത്രം സ്നേഹത്തോടുകൂടി വളരെ സുഖകരമായ അവസ്ഥയിലേക്ക് ഇരുത്തുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് നാളെ മുതൽ ഞാൻ ചോദിച്ചു, ഇനി നിങ്ങളിലേക്ക് വരുന്ന അതിഥി, ആ അതിഥി എന്ന് പറയുന്നത്, ആ അതിഥിക്ക് ചെലവാക്കാൻ പോകണമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി വരുന്ന മുന്നോട്ട് വരുന്ന കാര്യത്തിൽ 30% പൈസ അതിലേക്ക് മാറ്റാൻ പറ്റണം. നിങ്ങൾ ചെലവാക്കാൻ പോകുന്നത്, അതായത് നിങ്ങൾക്ക് ഇന്ന് 1000 രൂപ സാലറി കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയുള്ളൂ, 700 രൂപയെ സാലറി ഉള്ളൂ. 300 രൂപ പ്രപഞ്ചത്തിനുള്ളതാണ്. അത് പറഞ്ഞപ്പോൾ വളരെ ഇതുണ്ടല്ലേ, കാരണം പൈസ ഇട്ട് കൂട്ടാനാണെങ്കിൽ നമ്മൾ ഈ കോഴ്സ് ചേരണമെന്ന് അല്ലേ. നമ്മൾ ഇപ്പോൾ തന്നെ വരുന്ന സാലറിയും കാര്യങ്ങളും എല്ലാം കൂടെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കാര്യങ്ങൾ റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അതിന് 30% മാറ്റണമെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരാളും കൂടെ വരെയാണ്. ആ ആള് നമ്മുടെ രക്ഷകനാണ്. ആ ആള് ഈ 30% പൈസ നമ്മൾ ഇതിലേക്ക് മാറ്റാൻ പറ്റിയാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, പകുതിയോ 1/3 ഭാഗമോ നമുക്ക് ലോൺ എടുക്കാം. അത് തിരിച്ച് അതിലേക്ക് അടക്കണം. നമുക്കതിന് ലോൺ എടുക്കാം. ലോൺ എടുത്തിട്ട് തിരിച്ചടക്കണം. അതായത് നമ്മൾ ഈ ഒരു ബാങ്കിങ് തുടങ്ങി, ഇത് കരുതൽ പണമാണ്. ഇത് നിസ്സാര കാര്യമില്ല. ഇത് നമ്മുടെ കയ്യിൽ എത്രമാത്രം ഉണ്ടോ അത്രമാത്രം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മുന്നോട്ട് നീങ്ങുന്നതിന്, നമ്മളുടെ സങ്കല്പത്തിന്, നമ്മളുടെ വിശ്വാസത്തിൽ, നമ്മളെ പ്ലാനുകളിൽ ചേഞ്ച് വരും. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അതായത് നിങ്ങൾ ഒരു മാസമോ 2 മാസമോ ചിലപ്പോൾ നിങ്ങളൊന്ന് ടൈറ്റിലായി പോകും. ഉദാഹരണം, നിങ്ങൾ റോട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് 10 രൂപ കളഞ്ഞു കിട്ടുകയാണെങ്കിൽ ആ 10 രൂപയിലും 3 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് ഇട്ടേക്കണം. ഏതൊരു രീതിയിലാണോ നിങ്ങളുടെ കൈകളിലേക്ക് പൈസ വരുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ കിട്ടായിരിക്കും. അതിലും ഈ 30% എന്താണ്, 30% നിങ്ങൾക്കുള്ളതേ അല്ല, അത് പ്രപഞ്ചത്തിനുള്ളതാണ്. അത് പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ തലമുറയ്ക്ക് വേണമെങ്കിൽ അതെടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇതിന് ബിസിനസ്സിനായിട്ടും ഇതിന് ഏത് രാജ്യവും കരുതൽ പണം സൂക്ഷിക്കും കേട്ടോ.
നമുക്ക് അർത്ഥമാണ്. ഏത് രാജ്യവും കരുതൽ പണം സൂക്ഷിക്കും, എല്ലാ ബാങ്കുകളും കരുതൽ പണം സൂക്ഷിക്കും. നമ്മൾ കരുതൽ പണം സൂക്ഷിക്കാറില്ല. ഈ കരുതൽ പണം നമുക്ക് തരുന്ന ഒരു ബലമുണ്ട്, അത് ചെറുതല്ല. ഏറ്റവും ചില തകർന്നു പോണ സിറ്റുവേഷനിൽ നമുക്ക് അതിന്റെ 3/4 ഭാഗം വേണമെങ്കിലും എടുക്കാം. 110 രൂപ വെച്ചിട്ട് നമ്മൾ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന നിലക്കൊരു, അതും നമുക്ക് തന്നെയാണ്. നമുക്ക് അതിൽ നിന്ന് എടുക്കുന്ന ബിസിനസ് നടത്താൻ എടുക്കാം. അപ്പൊ ഇത് ചെറുതല്ല. അതായത് ഞാനിത് എന്തിനാണ് പറഞ്ഞെന്ന് പറയുന്നത്, ഈ നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ 3 മാസം 4 മാസം ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസിന്റെ അതിന് ആദ്യത്തെ കാലെടുത്ത് നിങ്ങൾക്ക് ഐഡിയ എടുത്ത് പ്ലാൻ ചെയ്ത് കഴിയാൻ പറ്റും. അതിനു വേണ്ടിയും കൂടിയാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായോ? ഒരാളിനെയും കൂടി. അപ്പൊ നിങ്ങൾക്ക് ഒരു 1000 രൂപ നിങ്ങൾക്ക് സാലറി വേണമെങ്കിൽ 1500 രൂപയുടെ പ്ലാൻ ചെയ്യൂ. സേഫ് ആവാതെ ഡേഞ്ചർ ആവും. സേഫ് സോണിൽ നിന്ന് ഡേഞ്ചർ സോണിലോട്ട് മാറണം. എനിക്ക് പ്ലാൻ വേണം. ഞാൻ ഇന്ന് അപ്പോൾ എനിക്ക് എന്താണ്, എനിക്ക് 1000 രൂപയുടെ സാലറി എന്ന് വിചാരിക്കുക. എനിക്കിപ്പോൾ 300 രൂപ മാറ്റിയാൽ ബാക്കി എത്രയേ ഉള്ളൂ? 700 രൂപയേ ഉള്ളൂ. എങ്കിൽ അടുത്ത സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞില്ലേ, നെക്സ്റ്റ് നമ്മുടെ കഴിവിന്റെ പരമാവധിയാണ് എന്ത്, ഈ 1000 രൂപ നമുക്ക് സാലറി കിട്ടുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ കഴിവിന്റെ പരമാവധി അവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്, മാനസിക വികാസ തുടക്കമാണ്. 300 രൂപയും കൂടെ ഏത് വഴിയിലുണ്ടാക്കാം. ഞാൻ ഇതിലേക്ക് വെക്കുന്ന പൈസ എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ 300 രൂപയ്ക്ക് വേണ്ടി ഞാൻ എന്ത് പ്ലാൻ ചെയ്യാം, ആ പ്ലാനിങ്ങിന് വേണ്ടി തയ്യാറാവൂ. പ്ലാൻ കിട്ടും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് പറയുന്നത്. സേഫ് സോണിലാണെങ്കിൽ സേഫായിട്ട് അങ്ങ് ഉള്ള രീതിയിൽ അങ്ങ് പോവാന്നുള്ളതല്ല. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുന്നു അതിൽ 30% എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കാൻ തയ്യാറായാൽ ഈ പൈസ എന്ന് പറയുന്നത്, ഈ പൈസയെ ഇതിന് അക്കൗണ്ട് എടുക്കും. ഈ പൈസയെ നമ്മളിവിടെ സൂക്ഷിക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കുകളുണ്ടാവും, പ്രത്യേക മെത്തേഡുകളുണ്ടാവും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണക്കുകളെ എന്ത് ചെയ്യും, പോകുന്നതും ലോൺ എടുക്കുന്നതും നമ്മൾ തന്നെ ഒരു ബാങ്കിങ് സിസ്റ്റം നമ്മുടെ വീട്ടിൽ സാധിക്കും, നടത്തും. ഇങ്ങനെ ഈ ബാങ്കിങ്ങിലേക്ക് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ പറ്റിയാൽ ആദ്യം ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, 1000 രൂപ കിട്ടുകയാണെങ്കിൽ നമ്മൾ 300 രൂപ ഇട്ടിട്ട് 150 രൂപ ലോൺ എടുക്കുക. തിരിച്ച് 150 രൂപ ടൈറ്റേ വരുന്നുള്ളൂ. ഈ 150 രൂപ പതിയെ 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 തീർക്കുക, ഇതിനകത്തോട്ട് ഇടുക. അടുത്ത മാസം വരുമ്പോഴത്തേക്ക് 300 ഇട്. 300 ഇട്ടാൽ അല്ല, അടുത്ത 1000 രൂപ വരുമ്പോഴും 300 ഇട്. 300 ഇട്ടിട്ട് 300 ലോൺ ഇട്, പകുതി എടുക്കാമല്ലോ. അത് പതിയെ 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 ഇട്ട് ഫില്ല് ചെയ്യണം. ഇടക്കോ അല്ല. നിങ്ങളൊരു 3 മാസം ചെയ്തു നോക്കും, അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്ലാനിലേക്ക് നിങ്ങൾക്ക് എടുത്ത് ചാടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവും. പൈസ ആയിട്ടുള്ള പിന്നെ വേറൊന്ന്, ഇത് ചെയ്യാൻ തയ്യാറാണ് നിങ്ങളിതിൻ്റെ ഇത് വീട്ടിൽ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ എന്നും നിങ്ങൾക്ക് വൈകിട്ടും, അതായത് കിടക്കുന്നതിന് മുമ്പും രാവിലെയും ആ ബാങ്കുമായിട്ട് മാനസികപരമായിട്ടുള്ള അറ്റാച്ച് വേണം. പൈസയായിട്ട് സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്, പൈസയായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പൈസ എന്നിട്ട് ഇതിനകത്ത് മെഡിറ്റേഷനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പൈസ അതായത് നമുക്ക് ഒരു എന്താണ്, ഒരു 100 ലിറ്റർ വെള്ളം വേണം, അല്ലെങ്കിൽ ഒരു 500 ലിറ്റർ വെള്ളം വേണം, അല്ലെങ്കിൽ 1000 ലിറ്റർ വെള്ളം വേണം. അങ്ങനെയാണെങ്കിൽ വെള്ളമുള്ള സ്ഥലവും കണ്ടെത്തിയാൽ നമുക്ക് വേണ്ട എന്താണ്, ഈ 1000 ലിറ്റർ വെള്ളം വയ്ക്കാനുള്ള ഭരണിയാണ്, അല്ലെങ്കിൽ പാത്രമാണ്. അപ്പൊ അതേപോലെ ഇത് നമ്മുടെ മനസ്സിൽ പൈസയെ കുറിച്ചുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അത് എത്രമാത്രം അളവിൽ വർദ്ധിക്കോ അത്രമാത്രം വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. നമ്മൾ ലോട്ടറി അടിച്ചതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഏകദേശം എന്താണ്, ഒരു 10 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ മൊത്തത്തിൽ മൈൻഡ് ഹാങ് ആവും. പിന്നെ സങ്കല്പമൊക്കെ അങ്ങ് വിടും, പിന്നെ മൊത്തം ശത്രുക്കളാവും. ഈവൻ ഒരു ലോട്ടറി അടിച്ചത് ചിന്തിച്ച അവരെ കൂടിപ്പോയ 10-15 മിനിറ്റ് നമുക്ക് ചിന്തിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മളെ മൈൻഡ് ഹാങ് ആവും. അതിന്റെ കാരണം ആ 25 കോടി എന്നൊക്കെ പറയുന്ന പൈസ എത്രമാത്രം നമുക്ക് ആവശ്യമാണെന്നുള്ളൊരു ഒരു മാനസികപരമായ സാമ്പത്തികത്തെ നിലനിർത്തുന്ന ഒരു വലിയ ഭരണിയില്ല.
അതുകൊണ്ടാണ് അത് വിഷയം വരുന്നത്. അങ്ങനെ ഐഡിയാസ് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ എത്ര ലക്ഷം രൂപയുടെ ഒരു സ്വയം തൊഴിൽ തുടങ്ങാൻ നമ്മൾ എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ഇപ്പോൾ ഇതിലിരിക്കുന്ന പ്ലാൻ ചെയ്യും? വെറുതെ ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം? അത് ഹെവി ലെവലിലുള്ളൊരു ബിസിനസ് തന്നെ പ്ലാൻ ചെയ്യണം. അപ്പൊ അതിന് എന്തൊക്കെയാണ് വേണ്ടത്? എത്ര ലക്ഷം? ഇവിടെ നമ്മൾ ദാരിദ്ര്യം വെക്കരുത്. ജീവിതത്തിലാ ദരിദ്രൻ. മനസ്സിലായില്ലേ? നമ്മൾ ഇത്തിരി സ്വപ്നം കാണണില്ലെങ്കിൽ എന്ത് ചെയ്യണം? രാജ പദവിയിൽ എന്ത് ചെയ്യുക? സ്വപ്നം കാണണം. അതിന് ലോജിക്ക് വേണം, ലോജിക്കോട് കൂടിയായിരിക്കണം. അങ്ങനെയെങ്കിൽ നാളെ നമുക്കൊരു അവസരം കിട്ടിയാൽ, നാളെ നമുക്കൊരു സാധ്യത കിട്ടിയാൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്ലാൻ ഉള്ളവന് ലോട്ടറി അടിച്ചാൽ അവൻ പിടിച്ചിരിക്കും. പ്ലാൻ ഇല്ലാത്തതിന് ലോട്ടറി അടിച്ചതിന് ശേഷം പ്ലാൻ എത്ര ചെയ്താലും ഉണ്ടാവത്തുമില്ല. ആ പൈസ വെറുതെ പോകും. ഞാൻ ലോട്ടറി അടിക്കുന്ന ഒരു അത്ഭുതപരമായ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അപ്പോൾ പൈസയെക്കുറിച്ചും സങ്കല്പത്തെക്കുറിച്ചും കുറച്ചും കൂടി വിശാലമായിട്ടുള്ള വലിയൊരു ലോകം തന്നെ നമ്മൾ സ്വപ്നം കാണണം. കുറഞ്ഞത് ഒരു 100 കോടിയെങ്കിലും നിൽക്കുന്ന പ്ലാനുകളായിരിക്കണം നമ്മളെ മൈൻഡിൽ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 കോടി രൂപ കിട്ടിയാൽ ഈസിയായി നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനകത്ത് 1 കോടി എന്ന് പറയുന്നത് ഇറിറ്റേഷൻ ഉണ്ടാവില്ല, അതായത് ഭയങ്കര പാടാവില്ല. 100 ലക്ഷം എന്ന് പറയുന്നത് വലിയ പാടായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് പറയുക, അതായത് 100 കോടി നമ്മൾ ചിന്തിക്കുമ്പോൾ 100 കോടി എന്ന് ചിന്തിക്കാനല്ല ഞാൻ പറഞ്ഞത്. 100 കോടി വെച്ച് എന്തായിരിക്കും ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? 100 കോടി വെച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇത് അങ്ങനെ ഒന്ന് നമ്മളെ ബ്രെയിനോട് ചോദിച്ചു നോക്കേ. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കോട് ചോദിക്കും, ഓരോ സ്ഥാപനം കാണുമ്പോൾ ഇതിന്റെ അകത്ത് നടക്കുന്ന എല്ലാം ഒരു സ്വർണ്ണക്കടയുണ്ട്. അപ്പൊ ഏകദേശം ഇങ്ങനെ നോക്കും, ഇതിനകത്ത് എത്ര രൂപയുടെ സ്വർണം കാണും മൊത്തവും, ഈ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് എത്ര രൂപ ആവും, ഇത്ര സ്റ്റാഫുകളുണ്ട്, മാസത്തിൽ എത്ര രൂപ ആകും. ഇത് ആ ഞാൻ പറയുന്ന കണക്ട് ആവുന്നുണ്ടോ? എന്തിനാണ് ആ വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന് പറഞ്ഞത്? മനസ്സിലായില്ലേ? അപ്പൊ നമ്മളത് വിശാലമായിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മളെ തലച്ചോറിന് എന്താണ്, നമ്മളെ തലച്ചോറിലൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ തലച്ചോറിനൊരു പ്രത്യേകത ഉണ്ട്, അതിനു വേണ്ടി പണിയെടുക്കും. വെറുതെ ആയിക്കോട്ടെ, ലുലു മാള്, അത് എത്ര കോടി രൂപയുടെ ആയിരിക്കും? നമ്മൾ ചിലപ്പോൾ 1000 കോടി തലയ്ക്ക് താങ്ങാത്തായിരിക്കും, അല്ലെങ്കിൽ 100 കോടി തലയ്ക്ക് താങ്ങാത്തായിരിക്കും. എന്നാൽ ഈ ലുലു മാളിൽ എത്ര കോടി രൂപയുടെ ആയിരിക്കും? ഇങ്ങനെ ചിന്തിക്കപ്പെടുമ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു 5 കോടി രൂപ വന്നാലും 10 കോടി വന്നാലും ഒരു 50 കോടി രൂപ വന്നാലും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രമാത്രം അളവുകളിൽ ചെറുതായിരിക്കും. ഉദാഹരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ 50 രൂപയുടെ കാര്യം പറഞ്ഞാൽ എത്ര പുച്ഛമായിരിക്കും? 50 രൂപയുടെ കാര്യം പറഞ്ഞാൽ എത്ര സിമ്പിളായിരിക്കും നമുക്ക്, വെറും 50 രൂപ. അതേസമയം ഇന്നത്തെ ഒരു കുഞ്ഞിനോ ഒരു 5 രൂപയ്ക്ക് ഒരു മുട്ടായി കിട്ടുന്ന ഒരു കുഞ്ഞിന് നമ്മളൊരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്കുണ്ടാവുന്ന സന്തോഷം എത്രയാണ്? അത് മേലാണ്. ഇതേപോലെയാണ് നമുക്ക് ഒരുപാട് രൂപ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് 500 രൂപ ഈസിയായിട്ട് നമ്മുടെ കൈകളിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് 50 രൂപ നമുക്ക് സിമ്പിളായി. അപ്പോൾ അതേപോലെയാണ് ഈ വലിയ അളവിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഈ യൂണിവേഴ്സൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് തരുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ബാങ്കിനകത്ത് നടക്കുന്ന മെഡിറ്റേഷൻ അല്ലാതുള്ള മെഡിറ്റേഷൻ ഇൻറ്റിഗ്രേറ്റഡ് വെൽനസിനകത്താണ്. യൂണിവേഴ്സ് ബാങ്കിലോട്ട് വരുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തികപരമായ കപ്പാസിറ്റി ബ്രെയിനിൽ കൂട്ടുന്നതിന് വേണ്ടിയുള്ള മെഡിറ്റേഷൻസ് ആണ് വരുന്നത് കൂടുതലും. അപ്പോൾ അതിനകത്ത് പ്ലാൻ ചെയ്യും. അതായത് എനിക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ഈ ഇരുന്ന് ക്ലാസ് ചെയ്യുന്ന സാധനം എനിക്ക് ടാക് ബാങ്കിലോട്ട് മാറാനും എനിക്ക് ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടി പക്കയായിട്ട് ചെയ്യാൻ എനിക്ക് ഇപ്പോൾ 10 ലക്ഷം രൂപ വേണം. ശരി, ക്ലാസ് തുടങ്ങാനാണ്. അപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ തയ്യാറാകുമ്പോൾ ഈ കണക്ക് നമ്മൾ ഈ എല്ലാ ദിവസവും ലൈവിൽ ഇങ്ങനെ വന്നല്ല, ടാക് മാംഗോ എന്ന് പറയുന്ന സൈറ്റിലുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും മികച്ചിരിക്കുന്ന സൈറ്റ്. അതിലേക്ക് ഈ എൻ്റെ എല്ലാ വീഡിയോസും, എല്ലാ ദിവസത്തെ വീഡിയോസും കാര്യങ്ങളെല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ റൂം ലോക്ക് തുറന്നു തരും. അതിനകത്തോക്കി കയറി ക്ലാസ് ചെയ്യാം.
വാട്ടി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അൽഗോരിതം എന്താണ്, വാട്സപ്പിൻ്റെ അൽഗോരിതം. ഞാൻ ഫേസ്ബുക്കിൽ ആഡിരുന്നു, ഫേസ്ബുക്കിൽ ആഡ് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ മൈൻഡ് എന്നോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കുറെ ടൈപ്പ് ചെയ്ത് വെക്കും. അതിൻ്റെ അൽഗോരിതം അനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും മനഃശക്തിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾക്കത് ആഡ് പരസ്യം വരും. ആ പരസ്യത്തിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു വോയിസ് വരും. ഞാനല്ല ഇടുന്നത്, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വോയിസിന് നിങ്ങൾ മറുപടി എന്താണോ പറയുന്നത് അത് വാട്ടി ആപ്പ് റീഡ് ചെയ്തിട്ട് തിരിച്ച് മറുപടി തരും, എൻ്റെ വോയിസിൽ തരും. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. നിങ്ങൾക്ക് അപ്പോൾ ഓക്കെയാണ്. ഒന്നാമത്തെ വീഡിയോ ഇട്ട് നിങ്ങൾ അതിന് ഈ കോഴ്സിലേക്ക് ചേരാൻ തയ്യാറായില്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ഇട്ട് ആ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് ആയിട്ടുള്ള നിങ്ങൾ ഏറ്റവും എന്താണ് നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് ആ പെയിൻഫുൾ വാക്കുകളാകുമ്പോൾ നിങ്ങൾ അതിനകത്തേക്ക് കയറും. അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും അക്കൗണ്ട് എന്ന് പറയുന്നത് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ടും QR കോഡും തരും. നിങ്ങൾ അതിനകത്ത് പൈസ ഇടും. മനസ്സിലായില്ലേ? 2.5 മണിക്കൂർ ഫ്രീ വെബിനാർ. അത് ഞാനല്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിരിക്കും വരുന്ന കസ്റ്റമറുമായിട്ട് ഞാൻ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഈ ആഴ്ചയിൽ 2 3 മീറ്റിംഗ് മാത്രമായിരിക്കും. ഞാൻ അവരായിട്ട് നേരിട്ട് സംസാരിക്കുന്നു. കസ്റ്റമറെ ഇതിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുന്നില്ല. വാട്ടി ആപ്പൊക്കെ അതിനുള്ളതാണ്. വാട്ടി ആപ്പ് കേട്ടിട്ടുണ്ടാവും. വാട്സാപ്പിൻ്റെ തന്നെ ബിസിനസ് പരമായ സപ്പോർട്ടിങ് ആപ്പാണ് വാട്ടി ആപ്പ്. അങ്ങനെ കുറേ ആപ്പുകളും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓഫീസ് റൂം അല്ലെങ്കിൽ വെബ്സൈറ്റ് റൂമായിട്ട് ചെയ്യാൻ പറ്റുന്ന വേൾഡിൽ തന്നെ ഏറ്റവും വലിയ സൈറ്റാണ് ടാഗ് മാംഗോ. ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ്, എൻ്റെ ആ പ്ലാനിൽ നിന്ന് വേണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഡയമണ്ട് ലെവലിലോട്ട് മാറണം, ലെവൽ 4 മാറണം. അപ്പം എനിക്ക് അതിന് പൈസ വേണം. ഇതെല്ലാം കൂടെ ടോട്ടലി എനിക്ക് 10 ലക്ഷം രൂപ എൻ്റെ ബിസിനസ് തുടങ്ങാൻ ആവശ്യമുണ്ട്. അതിനുള്ള പണിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ആ പണി എടുക്കുന്നതിനും ഞാൻ ഈ എത്രയാണ് ഈ 30% ഞാൻ മാറ്റുന്നുണ്ട്. അതെനിക്ക് അതിൽ നിന്ന് തന്നെ ഞാൻ കവർ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 10 ലക്ഷം രൂപ തുടങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തിനകത്ത് 1 കോടി രൂപ അച്ചീവ് ചെയ്യണമെന്നുള്ളതാണ് ലക്ഷ്യം. ഞാനിത് പറഞ്ഞത് ഇതിപ്പോൾ എന്നാ ഇതാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല, ഞാൻ 0-ൽ നിൽക്കുകയാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള റൂട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ നമ്മളിൽ ഇത് ബിസിനസ്, ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഗ്രൂപ്പാണ്. യൂണിവേഴ്സൽ ബാങ്കിൻ്റെ നമുക്ക് സാമ്പത്തികപരമായ തോട്ട് പ്രോസസ്സ് മാറുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന ഏത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു മൈക്രോ നിഷ് എന്ന് പറയുന്ന ഒരു സർവേ നടത്തും. ആ സർവേ നിങ്ങൾ കൃത്യമായി ഫില്ല് ചെയ്ത് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളുടെ ഒരു ഐഡിയ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പാഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ടെക്നോളജികൾ ഇന്നുണ്ട് ഇവിടെ. അല്ലാതെ എൻ്റെതായ പ്രത്യേക കഴിവൊന്നുമല്ല. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഗ്രൂപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ വീട്ടിൽ ആ ഒരു അതിഥീനെയും കൂടി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും? അത് ഇപ്പോൾ പറഞ്ഞാൽ അതനുസരിച്ച് മുമ്പോട്ട് പോകാം. അത് 1 രൂപ ആയിക്കോട്ടെ, പക്ഷെ ആ 1 രൂപയില് കേട്ടില്ല. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ബാബു സാർ എന്തോ പറഞ്ഞ ക്ലിയർ ആവുന്നില്ല സാറേ. ആ ശരി ശരി ശരി. നാളെ തന്നെ നിങ്ങൾ പോകുന്ന വഴിക്ക് വല്ല മെഡിക്കൽ സ്റ്റോറിലോ വല്ല ചെരുപ്പ് കടയിലോ ഒക്കെ പോയിട്ട് ആ വരുന്ന വഴിക്ക് ഒരു ചെറിയ ഒതുങ്ങിയ ഒരു ഗ്യാസ് ബോർഡ് കൊണ്ടുവരണമെങ്കിൽ തുടക്കമെന്ന നിലയ്ക്ക് നമുക്കത് യൂണിവേഴ്സൽ ബാങ്ക് ആവാം. വിത്ത് സെക്കൻഡിൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പ്ലാൻ. എങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോയി. കാരണം ഞാനിവിടെ നിങ്ങളെ അതിനുവേണ്ടി പ്രചോദിപ്പിച്ച് ഇവിടെ നിങ്ങൾക്ക് ഈ 3 മാസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 4 മാസത്തേക്ക് നിങ്ങൾ ആ പ്ലാൻ, ഈ പറയുന്ന പ്ലാനൊക്കെ വെറുതെ എന്തോ കാണിക്കട്ടെ, നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അല്ലാതെ റിസൾട്ട് അല്ലാതെ നമുക്ക് ഒരിക്കലും പിന്നീട് തുടങ്ങാൻ പറ്റില്ല.
എന്നിട്ട് നിങ്ങൾ നാളെ മുതൽ നിങ്ങൾക്ക് വരുന്ന 10 രൂപ വരുന്നെങ്കിൽ അതിൽ 3 രൂപ മാറ്റി വെക്ക്. ആ 3 രൂപ എങ്ങനെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് എങ്ങനെ പെരുക്കാമെന്നുള്ള കാര്യം ഞാൻ ഇതിനകത്ത് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഐഡിയ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം. അതിനോടൊപ്പം നമ്മുടെ ഡിസ്കസ് ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ അകത്ത് യൂണിവേഴ്സൽ ബാങ്ക് ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ആ ബോക്സ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് അതിനകത്തൊരു കളർ പേപ്പറൊക്കെ വെച്ച് വളരെ രസമായിരിക്കണം. എന്നിട്ട് കാലത്തും വൈകിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം. കാരണം പൈസയോട് നമുക്ക് ഇഷ്ടവും പൈസ മണി ബ്ലോക്ക് ചെറുതല്ല, വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മണി ബ്ലോക്ക് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ആ മണി ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടി എന്നും എന്ത് ചെയ്യുക, ആ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ആ പൈസയുടെ അടുത്ത് ആ പൈസ പെട്ടിയുടെ അടുത്തൊക്കെ പോയി ഒന്ന് തട്ടി തലോടി എൻജോയ് ചെയ്ത് എൻ്റെ ഏറ്റവും വലിയൊരു നമ്മളെ കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ആ നമ്മളെ കൂടെ ഉള്ളത് എന്ന സന്തോഷത്തോടെ അവൻ നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ മുന്നോട്ട് രക്ഷിക്കാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇത് നിങ്ങൾ ഇതിനകത്ത് നാളെ തന്നെ പറ്റുന്നവർ മാക്സിമം നാളെ തന്നെ വിത്ത് സെക്കൻഡ് നിങ്ങൾ ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല. നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് ഐഡിയാസ് വരും. നിങ്ങൾക്ക് 30% ഇടുന്നു, ആ ഇട്ടതിന്ന് പകുതി എടുക്കുന്നു, പകുതി എടുക്കുമ്പോഴേ ഞാൻ ഇത്ര ഇട്ടു, ഇത്ര ഞാൻ പകുതി എടുത്തു. ആ പകുതി എടുത്തിട്ട് 2, 3, 4, 5, 10 തവണയായിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ അതിന് വീണ്ടും പകുതി എടുക്കുക. ഇങ്ങനെ കുറച്ച് ഒരു നേരത്തെ ഒരു 6 മാസമൊക്കെ പോയാൽ ഒരു 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 5,000 രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് ആരോടും പോയി കിടന്ന് യാചിക്കണ്ട. ഇയാൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തോളും. പക്ഷെ ആ ആളിനോട് കൂറ് കാണിക്കണം. ആ പൈസ നമുക്ക് അവകാശപ്പെട്ടതല്ല എന്നുള്ള ബോധം വേണം. മനസ്സിലായില്ലേ? എടുത്തിട്ട് എൻ്റെ ഇരുന്നല്ലേ ഞാൻ എടുത്ത അങ്ങനെ പറയരുത്. യൂണിവേഴ്സലിനൊരു ശക്തിയുണ്ട്. ഞാൻ യൂണിവേഴ്സലിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളൊന്ന് ഇതാകല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എത്രമാത്രം ഉറപ്പുണ്ടോ, എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടോ അതനുസരിച്ച് യൂണിവേഴ്സൽ റിസൾട്ട് തരും. അത്രേ ഉള്ളൂ. നമുക്ക് ഉറപ്പില്ലെങ്കിൽ അതിനുള്ള റിസൾട്ടും തരില്ല. ഇത്രേ ഉള്ളൂ വിഷയം. അല്ല വേറെ ഒന്നുമില്ല, വേറെ ശിക്ഷയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പവറുള്ള സാധനങ്ങൾ കൊണ്ടുതരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് ക്ലാസ് ചെയ്യാനുള്ള ധൈര്യം തന്നെ എനിക്കുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ 10:08 അപ്പോൾ എല്ലാവരും ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 1 മണിക്കൂറായി. ഞാൻ വീണ്ടും ക്ലാസ് എടുക്കും. പക്ഷേ നമ്മൾ ഇത്ര പേരല്ലേ ഉള്ളൂ, മതി. നമ്മൾ ഇനി 4 മാസം നീണ്ടു പോകാനുള്ള 2 മണിക്കൂർ അല്ല 1 മണിക്കൂർ മതിയല്ലോ. പറയൂ. നമ്മളെ കുടുംബത്തിലൊക്കെ നേരത്തെ ഇതേപോലെ സംഭവം ചെയ്തില്ലായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നോ? പൈസ അല്ല, നമ്മളിപ്പോ അരിയൊക്കെ അടുപ്പത്തിടുമ്പോ നമ്മൾ കുറച്ച് അരി എടുത്ത് മാറ്റി കരുതി വെക്കത്തില്ലായിരുന്നു. ശരി പണ്ട് നമ്മൾ ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യില് ഞാനും ചെയ്തിട്ടുണ്ട്. നമ്മളെ അമ്മ പറഞ്ഞ് ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്കത് എടുക്കാന്നും പറഞ്ഞ അങ്ങനെ എന്റെ മാമി അങ്ങ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് ഇത് തന്നെയല്ലേ സംഭവം? അതെ അതിനുള്ള ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ പൈസയുടെ കാര്യം പറഞ്ഞതേ. ദാരിദ്ര്യം എന്ന് പറയുന്ന മനോഭാവം മാറും. നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളുടെ ബാക്കിയുള്ള ചിന്തയെ പറഞ്ഞതിനെ ബ്ലോക്ക് ആക്കൂല. പക്ഷെ ഈ ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് മൊത്തത്തിൽ അടഞ്ഞു പോകും. മറ്റേ പൈസ നമുക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടേതാണ്, നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ധൈര്യം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഇതാണ്. പിന്നെ ഇതിനകത്ത് ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്ന് മേടിക്കുന്ന ഇതിന്റെ ഒരു കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇതിന്റെ അകത്ത് ആദ്യത്തെ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് കൊടുക്കും. കാരണം പൈസ ചാരിറ്റി ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് ഇത്ര ശതമാനം ഉണ്ട്. അത് ഞാൻ ഭാവിയിൽ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറയും, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ള കഴിവും കൂടി ഉണ്ട്, അല്ലെങ്കിൽ കൊടുക്കാനും കൂടി നമുക്കുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മളെ മനസ്സ് ഈ പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ ഒഴുക്ക്. നമ്മൾ കുറച്ചും കൂടെ മാനസികപരമായി നമുക്ക് കൊടുക്കാനുള്ളൊരു മനോഭാവം, അല്ലെങ്കിൽ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും, അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുന്നു. വേറെ ആർക്കും അല്ല, നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു വിഹിതം എന്ന് പറയുമ്പോൾ നമ്മളെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഇത്രയും പേർക്ക് ആവശ്യം വന്നാൽ നമ്മളെ പൈസ എടുത്ത് കൊടുക്കാം. പക്ഷേ നമ്മളെ മറ്റ് ബന്ധുക്കളോ
നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ എടുത്തുകൊണ്ട് നടന്നവരോ, നമ്മളെ ചുറ്റുപാടുമുള്ള അമ്മമാരോ, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ചേച്ചിമാരോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള നമ്മൾക്ക് സഹായിക്കേണ്ടവരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി സഹായിക്കാനുള്ള ഫണ്ടാണ് നമ്മൾ ചാരിറ്റി ആയിട്ട് മാറ്റണമെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതുകൊണ്ട് വേറെ എവിടെ കൊടുക്കുന്നതിന് വേണ്ടിയല്ല. അത് ഇതിന്റെ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ കഴിയുമ്പോൾ എത്ര ശതമാനമാണ് അതിലോട്ട് മാറ്റേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. അതിപ്പോൾ ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ പൈസ എടുത്ത് മാറ്റണം, മൊത്തം അവിടെ കൊടുക്കണം. അങ്ങനെ മാറ്റമല്ല, അതിൻ്റെ ഒരു തലവണമാണ്. പക്ഷേ ആ ഹലോ, ഇതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ ക്രോണിക് ഹീലിംഗ് ഒക്കെ പഠിച്ച സമയത്ത് ഇതുപോലെ കാറ്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ആ സമയം മുതലേ ഞാനിങ്ങനെ ഒരു പെർസെന്റേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസയിലെ കാഴ്ചപ്പാട് മാറും, കുറച്ചും കൂടി വിശാലാവും. നമുക്ക് മണി ഫ്ലോ ഈസി ആയിട്ട് ഏതെല്ലാം വഴി കൂടി വരുമെന്ന് പറയാൻ പറ്റും. നമ്മുടെ കയ്യിൽ പൈസ വന്നുകൊണ്ടേ ഉറപ്പായിട്ടും അത് എനിക്കൊരു അനുഭവമാണ്. ഉറപ്പായിട്ടും ഷബാന ടീച്ചർ പ്രാണി ഹീലിംഗ്, അതുപോലെ നിരവധി ഈ മൈൻഡ് ആയിട്ട് ബന്ധപ്പെട്ട ഈ ഇതിനകത്ത് തന്നെ നമ്മൾ ഹീലിംഗ് ലെവൽ എന്ന് പറയുന്ന മനസ്സിന്റെ 4ാമത്തെ ലെവലുണ്ട്, ഹീലിംഗ് ലെവൽ. ആ ഹീലിംഗ് ലെവൽ നമ്മൾ മനസ്സിന്റെ തലങ്ങൾ, അത് ടീച്ചർ ഇപ്പോൾ ആ ഹീലിംഗ് ലെവലിലൂടെ ഒക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് മനസ്സിലാവും, ഓ ഇവിടെയാണല്ലേ ഇതൊക്കെ നിന്നേന്ന് ഷബാന ടീച്ചറിന് മനസ്സിലാവും. അത് ഈ റേക്കി ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷനൊക്കെ നടക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ 3ാമത്തെ തലത്തിലാണ്. അത് ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മനസ്സിലാകും. അപ്പൊ ഇവിടെ ഞാനിത് പറഞ്ഞത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ പൈസ കൊടുക്കാൻ നമ്മളിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു ഇത് നമ്മുടെ ഈ യാചനപരം. ഞാൻ ചെറിയ ഉദാഹരണം തരാം. നമ്മൾ ഇച്ചിരി സെറ്റപ്പായിട്ട് ഒരു കടയിൽ ചെന്നിട്ട് ഒരു ചായ തരുമോ എന്ന്, പൈസ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞവർ ഓ സാർ കുടിച്ചിട്ട് പോകുന്നു പറയും. അതേസമയം നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ചായ തരൂ എന്ന് യാചിച്ചു നോക്കിയേ, അവർക്ക് ആ ചായ പറയാനൊരു തീരുമാനം എടുക്കാനൊരു സമയം വരും. പിന്നെ സേവനമല്ലേ, പാവമല്ലേ, കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ തോന്നിയായിരിക്കും അവർ നമുക്ക് തരുന്നത്. അതായത് യാചിച്ച് നടക്കുന്നവരിൽ നിന്ന് എന്താണ് നമുക്ക് കൊടുക്കാനുള്ള ധനവാനാണെന്നുള്ള ഒരു ബോധവും കൂടി നമുക്ക് ഉണ്ടാവും, നമ്മളെ ബ്രെയിൻ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മളെ കാര്യങ്ങളെ നമ്മൾ ഡിമാൻഡ് വെച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അതായത് നമ്മളുടെ ദാരിദ്ര്യം ഒരിക്കലും നമ്മളെ ഡിമാൻഡിനെ ബാധിക്കില്ല. നമ്മൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ചില ആൾക്കാരൊക്കെ നമ്മളും സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളും ചില ആൾക്കാരെ സഹായിക്കുന്നുണ്ട് എന്ന ആന്തരികമായിട്ടുള്ള ഇത് നമ്മളുടെ ഉള്ളിൽ നമ്മളെ ധനികത്വം, നമ്മളെ ധനികനാണെന്നുള്ള ആ തോട്ട് പ്രോസസ്സ് നമ്മളെ ബ്രെയിനിലുണ്ടാവും. ഞാൻ പറയുന്ന കണക്ട് ആവുന്നുണ്ടോ അഖിൽ സാറേ? ഓക്കെ. ഞാൻ അതിനാ പറയാം, നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇതെല്ലാം ഓക്കെ താങ്ക് യു സാറേ. ഇതെല്ലാം നമ്മുടെ മനോഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അതാണ് മനുഷ്യന്റെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം തരുമോ? അല്ലാതെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മളെല്ലാം ഉള്ളവനായിട്ട് സങ്കല്പിക്കുക, നമ്മളെ നെഗറ്റീവൊക്കെ എടുത്ത് കളയുക എന്നൊക്കെ പറഞ്ഞ വളരെ വലിയ പാടാണ്. അതൊന്നും റിസൾട്ട് കിട്ടണമല്ല. പക്ഷെ അതേസമയം ഇത്തരം പ്രോസസ്സുകൾ ചെയ്യുമ്പോഴോ മറ്റുള്ളവർ അറ്റൻഷൻ കഴിക്കില്ല. അവൻ നോട്ടെ എത്രയൊക്കെ നടന്നാലും പണ്ട് അവനെ എടുത്തുകൊണ്ട് നടന്ന ആ അമ്മയ്ക്ക് വയ്യാതായപ്പോഴത്തേക്ക് അവൻ കൊണ്ടുവന്ന് 10 രൂപ കൊടുത്ത് എന്ന് മറ്റുള്ളവരുടെ നോട്ടത്തിൽ നമുക്ക് കിട്ടും. ചില കുട്ടികൾക്ക് പഠിക്കാൻ ഞാൻ ചാരിറ്റി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഞാൻ 20% എന്താണ് അവസരേ മൈക്ക് സംസാരിക്കിലേക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ബാബു സാർ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിത് പറഞ്ഞെന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഞാൻ പൈസ കൂടുതൽ. കാരണം എനിക്ക് വിദ്യാഭ്യാസത്തിന് പരമായ കൂടുതൽ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ മെമ്മറി കാസ്കറ്റ് എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ തുടങ്ങിയതും അതിന്റെ ഭാഗമായിട്ടാണ്. കുട്ടികളെ സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ടീം എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയാണ് മെമ്മറി കാസ്കറ്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ പണ്ടേ നമ്മൾ നടത്തിയിട്ടുള്ളത് ചാരിറ്റി പ്രവർത്തനമാണ്. കാരണം നമ്മളൊക്കെ വിദ്യാഭ്യാസത്തിന് ഡ്രോപ്പ് ഔട്ട് ആയി പോയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം വിദ്യാഭ്യാസത്തിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം. അപ്പോൾ അതേപോലെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റും. അത് നമ്മളുടെ ധനികത്വം
ധനികനാണ്, ഞാൻ ഒരു ധനികനാണെന്നുള്ള, ഞാൻ യാചിച്ച് നിൽക്കേണ്ടവനല്ല എന്നുള്ളൊരു തോന്നലിലേക്ക് വരികയും നമ്മളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. നമ്മളുടെ ഡിമാൻഡ് കുറച്ചുകൂടെ ബൂസ്റ്റായിട്ട് കയറി വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ തന്നെ അത് തുടങ്ങണം. യൂണിവേഴ്സൽ ബാങ്കിനുള്ള ആ ബോക്സുകൾ തയ്യാറാക്കുക. എന്നിട്ടത് ഗ്രൂപ്പിലേക്ക്, നമ്മുടെ ഈ ഇതിനകത്ത് ഗ്രൂപ്പിൽ നമ്മുടെ ഇതിലിട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ എന്ത് ചെയ്യാം, യൂണിവേഴ്സൽ ബാങ്കിൻ്റെ ഗ്രൂപ്പിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിർത്തിയാലോ? വേറെ എന്തെങ്കിലും? ഓക്കെ, എന്നാ നിർത്തിയാലോ? കട്ട് ചെയ്യാമോ? വല്ല ഫീഡ്ബാക്ക് വല്ല പറയാനുണ്ടോ? സാറേ, ഇന്ന് സാറ് പറഞ്ഞതിൽ ഒരു ചെറിയൊരു സാധനം മനസ്സിൽ തട്ടിയ ഒരു വാചകം പറഞ്ഞോട്ടെ. പറയ് സാറേ. അതായത് നമ്മുടെ ഈ കൈവശം വരുന്ന ഇപ്പൊ നമ്മുടെ പേഴ്സണൽ നോക്കുമ്പോ അതിൽ 100 രൂപ ഉണ്ടാവാം, ചിലപ്പോ 500 രൂപ ഉണ്ടാവാം. ഇപ്പൊ ഏറ്റവും വലിയ നോട്ട് 500 ആണല്ലോ. അപ്പൊ ഈ പറഞ്ഞ നോട്ടുകൾ ഉള്ളപ്പോ എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പലരുടെയും ദുഃഖങ്ങളും പലരുടെയും സന്തോഷങ്ങളും ഒക്കെ കണ്ടുവന്ന നോട്ടുകളാണ് അത്. ചിലപ്പോ അമ്മ മോന് യാത്ര ചെയ്യാൻ നേരത്തെ കയ്യിൽ ചുരുട്ടി വെച്ചു കൊടുത്ത ഒരു നോട്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ. അപ്പൊ ഈ നമ്മളെക്കാളും കൂടുതൽ അനുഭവജ്ഞാനമുള്ള ഒരു സുഹൃത്താണ് പണമെന്ന് എവിടെയോ തോന്നിപ്പോയി. ഉറപ്പായിട്ടും സത്യമാണ്. അത് വളരെ വലിയ സത്യമാണ്. അപ്പൊ നമ്മൾ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിനോട് നമുക്ക് ഉണ്ടാവേണ്ട സ്നേഹം എത്രയാ. നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടി മാത്രമാണ് അതിനെ സ്നേഹിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ മുതൽ നമ്മൾ നോട്ടിനെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം, എത്ര പേരുടെ കൈകളിലൂടെ കറങ്ങി എത്ര പേരെ രക്ഷിച്ചിട്ട് വന്ന മുതലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. വളരെ താങ്ക് യു സാർ, അങ്ങനെ അതിനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. അടുത്തത് വേറെ ആരെങ്കിലും? അപ്പോ നമുക്കത് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷ ഉള്ള, നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു സഹപാഠിയും കൂടി അല്ലെങ്കിൽ പുതിയൊരു അംഗം കൂടി വരെയാണ് നാളെ മുതൽ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങൾ എല്ലാം തന്നെ വരുന്ന പൈസയിൽ യൂണിവേഴ്സൽ ബാങ്കുമായിട്ടാണ് കണക്ഷൻ. അതുകൊണ്ട് വരുന്ന പൈസയിൽ 30% ഇടാൻ തയ്യാറാവണം. തീർച്ചയായിട്ടും അത് ഇടണം. ഇട്ട് അതിൻ്റെ കണക്കുകൾ ക്ലിയർ ചെയ്ത് പോകണം. നിങ്ങൾക്ക് അതിൽ നിന്ന് പകുതി ലോൺ എടുക്കാം. ആ ലോൺ എടുത്ത് അതും ക്ലിയർ ചെയ്തിട്ട് അടുത്തത് എടുക്കാം. അത് നിങ്ങളുടെ യുക്തി കണക്ക് അതിന് ഉപയോഗിക്കാം. പക്ഷേ അതിൽ ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾ ഇന്ന്, അതായത് 2026 ഏപ്രിൽ മാസം മാർച്ച് 26 എന്ന് പറയുന്ന ദിവസം മുതൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ 1/3 ഭാഗം നിങ്ങളുടെ കരുതൽ പണമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതെടുത്ത് നമ്മളെ ബാക്കിയുള്ള ഈ 2 ഭാഗം എന്ത് ചെയ്യും, പല ആവശ്യങ്ങളായിട്ട് തീരും. ഇതേ നമ്മൾ ജീവിതം തുടങ്ങിയ സമയം മുതൽ, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ വന്ന് തുടങ്ങിയ സമയം മുതൽ നമ്മൾ ഈ 1/3 ഭാഗം നമ്മൾ സൂക്ഷിച്ചിട്ട് ഇതിൽ നിന്നെടുത്ത് ഹാൻഡിൽ ചെയ്ത് നോക്കിയെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇത്രയും നേരം നമുക്ക് നമ്മുടെ നല്ലൊരു ആശയം പങ്കുവയ്ക്കാൻ എല്ലാവരും കൂടെ എന്ന എല്ലാവർക്കും സ്നേഹം. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.